കൂട്ടുകാരി, നിത്യതി നൃത്ത നാട്യ കലാലയയിൽ ഞാൻ സൃഷ്ടിച്ച ഭാരതനടനം വിദ്യാപീഠം എന്നാൽ അത് ഭൗതികവും ആത്മീയവും കലാപരമായ അറിവും ആനന്ദവുമാണ്. വിനയവും കർമ്മനിരതയും കാര്യക്ഷമതയും ഇതിന് പ്രധാനം. പൂജകളെന്നാൽ ശരിക്കും ഉപമകളാകുന്നു. പ്രകൃതിയെ ഉപമിച്ച് അതിനെ പൂജിക്കുന്നു. അർപ്പണത്തോടുകൂടി മനസ്സോടുകൂടി പ്രകൃതിയെ അല്ലെങ്കിൽ ഈശ്വരിയെ സ്വീകരിച്ചാൽ ഉറപ്പായും മനസ്സും ശരീരവും ചിന്തകളും വളരെയേറെ പരിപാവനമാകുന്നതാണ്. നിത്യതയിൽ അതിൻ്റേതായ കുറേയേറെ തലങ്ങളും വീക്ഷണങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. അവയെല്ലാം തന്നെ ആചാരങ്ങളിൽ അധിഷ്ഠിതമല്ല, എന്നാൽ ഉറപ്പായും ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ജീവിതം ഏതൊരു രീതിയിലും സന്തോഷകരവും സംതൃപ്തകരവും ആകണമെങ്കിൽ നാം എന്ത്, എവിടെ നിന്ന്, എങ്ങോട്ടേക്ക്, എങ്ങനെയാകണം തുടങ്ങിയ ചോദ്യങ്ങൾക്ക് നാം തന്നെ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഉത്തരമാണ് ശരിയായ ഭക്തി അഥവാ ദൈവം അല്ലെങ്കിൽ വിശ്വാസം. ഇവയിൽ പലതും ഇന്ന് വളരെയധികം അന്യം നിന്നുകൊണ്ടിരിക്കുന്നു. ധൈര്യത്തിനും തൻ്റെ ഇടത്തിനും കാര്യക്ഷമതയ്ക്കും ഒപ്പം തന്നെ ഇവയെല്ലാം തന്നെ നിലനിർത്തുവാൻ നമ്മുടെ ഒരുപാട് മക്കളും പഠിക്കേണ്ടിയിരിക്കുന്നു. തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും ഇല്ലാത്ത ഒരു ജീവിതവുമില്ല. എന്നാൽ അവയെ എങ്ങനെ നേരിടണം, എന്തൊക്കെ സ്വായത്തമാക്കണം, എന്തൊക്കെ നിരാകരിക്കണം, ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ ഒരുപാട് മക്കൾക്കും കാണുന്നില്ല. ഒന്ന് നേടിക്കഴിയുമ്പോൾ നേടിയതുകൊണ്ട് സംതൃപ്തിയില്ലാതെയാകുന്നു. ജീവിതത്തിൻ്റെ രണ്ടു ഭാഗങ്ങളെ പൗരാണികമായും പരിഷ്കാരമായും മാറ്റേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ 5 വർഷത്തോളമായി എൻ്റെ മക്കൾക്ക് നൽകുന്ന അറിവുകളാണ്. വർഷത്തിൽ 2-3 പ്രാവശ്യം നൃത്തത്തിനു മുമ്പായി ചെയ്യുന്ന വെറ്റില നമസ്കാരം ചടങ്ങുകൾ, അവയിൽ ഒന്നാണ് നിങ്ങളെ കാണുന്നത്. പ്രകൃതിയിലെ ഒരുപാട് പുണ്യവും നമ്മുടെ ഉള്ളിലേക്ക് വളരെയധികം ആവാഹിക്കുവാൻ ഇതിലൂടെ നമുക്ക് കഴിയുന്നു. എവിടെയും ന്യൂനത മാത്രം കാണാതെ ഏതൊരു വിഷയത്തെയും നല്ല രീതിയിൽ വിശകലനം ചെയ്തു മാത്രം ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നു. ഇത് പുതിയ തലമുറയിലേക്ക് ഏറ്റവും അധികം ഉണ്ടാകേണ്ട ഒരു ഗുണമായി ഞാൻ കരുതുന്നു.